ഉപ്പും കൂടിയിട്ട് മച്ചാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി കുറച്ച് മച്ചാടത്തെ വിശേഷങ്ങളായാലോ. ആനേനെ അറിയണ്ട, ആനല്ല കേട്ടോ, ഇവിടെ പകരം കുതിരയാണ് കേട്ടോ. കുതിരവേലയുള്ള ഒരു സ്പെഷ്യൽ പൂരാണ് മച്ചാട്. മേളം അങ്ങോട്ട് ഹരം കയറി വരുമ്പോൾ അത് കേട്ട് നിൽക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ കുറേ നേരം നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു മിനി എക്സിബിഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കുറേ പരിപാടികളുണ്ട്, ഗെയിമും കാര്യങ്ങളും വരുന്നുണ്ട്, സ്റ്റാളുകൾ കുറേ വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മറ്റേ റൈഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. യന്ത്രോഞ്ഞാല്, വഞ്ചി, അങ്ങനെ കുട്ടികൾക്കുള്ള കുഞ്ഞു ട്രെയിനൊക്കെ ഇല്ലേ, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഈ കുതിരകളൊക്കെ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ക്ഷീണമായിട്ട് അവരെല്ലാം റെസ്റ്റിലാണ്. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇവരെല്ലാം ലൈറ്റിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ വിജയ് യേശുദാസിൻ്റെ ഗാനമേളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ കുതിരകളൊക്കെ സൈഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വെയിറ്റിംഗ് ഓവറായി. ഇത് ഗാനമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടുത്തെ ഗാനമേളയ്ക്ക് പോകാനായിട്ട്. കഴിഞ്ഞ വട്ടം ഇവിടെ സിത്തുമണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഗാനമേളയുടെ കാര്യത്തിൽ മച്ചാടുകാർ പൊളിയാണ് കേട്ടോ. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞില്ലേ സിത്തുമണി വന്നിട്ടുണ്ടായിരുന്നു. ഈ വട്ടം എല്ലാ കൊല്ലം ഇവർ നല്ല ടീംസിനെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് നല്ലൊരു പരിപാടിയും തോന്നിയിട്ടുള്ളത് ഇവിടെ ചെല്ലുമ്പോൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് എൻ്റെ ഹാർട്ട്ഫുൾ താങ്ക്സ് ഉണ്ട്. ഞാൻ ഫുള്ളി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പരിപാടികൾ. അപ്പോൾ ഇന്നായിരുന്നു കേട്ടോ നമ്മുടെ ഉത്രാളിക്കാവിൽ പറപ്പുറപ്പാടുണ്ടായിരുന്നത്. അതിൻ്റെ സാമ്പിൾ വെടിക്കട്ടൊക്കെ ഉത്രാളിക്കാവിലുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്കത് മിസ്സായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ തമ്പടിക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. വരുന്ന ചൊവ്വാഴ്ച, അതായത് February 24 നമ്മുടെ ഉത്രാളിക്കാവിൽ പൂരം വരുന്നത്. അപ്പോൾ അത് അരിഞ്ഞ് മിസ്സാക്കണ്ട. അപ്പോൾ നമുക്കിനി ഉത്രാളിക്കാവിൽ കാണാം കേട്ടോ. അപ്പം നമ്മുടെ മച്ചാട് മാമാക വിശേഷങ്ങൾ ഇത്രയിലോട്ട്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാ.